ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ കുറേ പേര് നമ്മളോട് ഒരു കമൻറ്റ്സ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് ചെയ്യുന്നതാണ് സ്റ്റുഡൻസിന് എങ്ങനെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും നോർമലി സ്റ്റുഡൻസ് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് എനിക്ക് എന്തിനാണെന്ന് അറിയാമെന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെ EMI ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് പ്രൊഡക്ട്സ് വാങ്ങിക്കാനാണ് ഒരു 99% ആൾക്കാരും ഇത് നമ്മുടെ സ്റ്റുഡൻസ് പ്രത്യേകിച്ച് ചോദിക്കുന്ന ഈ സംഭവം. ഫോൺ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ക്യാമറ വാങ്ങിക്കാനോ അങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങിക്കാനാണ് 99% ആൾക്കാർ ചോദിക്കുന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പേര് ചോദിക്കാറുണ്ട്, നമുക്ക് 2000 രൂപയുടെ FD ഇട്ട് കഴിഞ്ഞാൽ 50,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്തിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് ആ പേജ് ഫോളോ അടിച്ച് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ഔട്ട് ചെയ്താൽ മതി. എല്ലാ ലിങ്കും സംഭവങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നോർമലി സ്റ്റുഡൻസ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, അങ്ങനൊരു കാറ്റഗറി ശരിക്കും ഇല്ല. ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ NRI അങ്ങനത്തെ സംഭവത്തിനുണ്ട്. പക്ഷേ നോർമലി നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻസ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. എന്താ വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി ഇൻകം ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു കാർഡാണ്. നമ്മുടെ നോർമൽ ഡെബിറ്റ് കാർഡോ പ്രീപെയ്ഡ് കാർഡോ സംഭവമൊന്നുമല്ല. നമ്മുടെ ഇൻകം അനുസരിച്ച് നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് അലോട്ട് ചെയ്ത് തന്നിട്ട് അത് മന്ത്ലി വൈസ് നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലോൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ലോൺ ആർക്കാ കൊടുക്കുക, ലോൺ കൊടുക്കണമെങ്കിൽ അതൊരു ഓൾറെഡി ഇൻകം ഉള്ള ഒരാൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അത് എന്ത് ടൈപ്പ് ഓഫ് ഇൻകം ആയിക്കോട്ടെ അത് കുഴപ്പമില്ല. ഇപ്പോൾ സാലറിഡ് ആയിക്കോട്ടെ, സെൽഫ് എംപ്ലോയ് ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഇൻകായാലും ഇപ്പോൾ നോർമലി അതൊന്നും നോക്കാറില്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പണ്ട് ഭയങ്കര ഫിൽട്രേഷൻ സംഭവമൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഭയങ്കര അതിന് ഫിൽട്രേഷനോ സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഡയറക്റ്റ് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. 10% താഴെ മാത്രമേ ഞാൻ പറയുള്ളൂ. 10% ഇല്ല, 5% താഴെ എന്ന് പറയുള്ളൂ. പക്ഷെ അത് കിട്ടാനുള്ള കുറച്ച് ട്രിക്സ് എന്ന് പറയാൻ പറ്റില്ല, ട്രിക്സാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, അതുപോലെ അല്ലെങ്കിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നോർമലി കുറേ ക്രെഡിറ്റ് കാർഡ്സ്, പ്രത്യേകിച്ച് കോബ്രൻ്റെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ നമുക്ക് നമ്മുടെ സിവിൽ സ്കോർ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടാറുണ്ട്. നല്ല ഹൈ സിവിൽ സ്കോർ 800 മുകളിലൊക്കെ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോബ്രൻ്റെ ക്രെഡിറ്റ് കാർഡായിട്ട് അപ്രൂവ് ആവാറുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് ആമസോണിൻ്റെ ICICI കാർഡ്, ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് കാർഡ്, അങ്ങനത്തെ വേറെ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തൊക്കെ വയ്ക്കുന്ന സംഭവത്താണ് കോബ്രൻ്റെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയാം. അപ്പോൾ അത് അപ്രൂവ് ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് സിവിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുക എങ്ങനെയാണ്? നമുക്ക് സിവിൽ സ്കോർ ജനറേറ്റ് ആവണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലോണോ അങ്ങനത്തെ സംഭവമൊക്കെ എടുത്താൽ മാത്രം നമുക്ക് സിവിൽ സ്കോർ ജനറേറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വെബ്സൈറ്റ് പോയി നോക്കി കഴിഞ്ഞാൽ നിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക, ഉണ്ടാവില്ല. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ക്രെഡിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പച്ചയ്ക്ക് മലയാളത്തിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പോൾ അതിൻ്റെ ഒരു സ്കോറാണ് അതൊരു നോക്കുന്നത്. അപ്പോൾ അത് ഈസിലി നമുക്ക് ജനറേറ്റ് ആവുന്നത് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എടുക്കുക തന്നെയാണ്. അപ്പോൾ നോർമലി സ്റ്റുഡൻസിന് ക്രെഡിറ്റ് കാർഡ് കിട്ടില്ലല്ലോ. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡാണ് നമ്മുടെ FD ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ സെക്യൂർ ക്രെഡിറ്റ് കാർഡ്. 2 ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. സെക്യൂർ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. സെക്യൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഈട് വെച്ചിട്ട് കിട്ടുന്ന ഒരു ലോണില്ലേ, അതിന് തന്നെ അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയാം. അതുപോലെ തന്നെ സെക്യൂർ ക്രെഡിറ്റ് കാർഡ്, ഈട് വെച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് തരിക. അതായത് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിലിടുക, അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കാർഡ് തരും, കാർഡ് ലിമിറ്റും തരും. അതെല്ലാ ബാങ്കിനും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ ബാങ്കുകളും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡെബിറ്റ് കാർഡ് കൊടുക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഡയറക്റ്റ് നിങ്ങൾ SBIയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോയിട്ട് എടുക്കാണ്ടും ഏറ്റവും ഈസിയും നല്ലതുമാണ് നമ്മുടെ IDFC വാവ് കാർഡ്. ഇപ്പോൾ ഏറ്റവും ഹൈ നിൽക്കുന്നത് മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡാണ്, SBI ബാങ്കിൻ്റെ. 1 കാർഡ് ബാങ്കായിട്ട് ഇപ്പോൾ ആൾക്കാർ എടുക്കുന്നത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ 1 കാർഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലോക്ക് ആവുന്ന പരിപാടി, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കാർഡ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾ IDFC വാവ് കാർഡ് എടുക്കുക, അല്ലെങ്കിൽ മാഗ്നറ്റ് കാർഡ് എടുക്കുക. രണ്ടെണ്ണത്തിന് ഞാൻ റെഫറൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ അതിൽ നമുക്ക് സിബിൽ സ്കോർ സംഭവമൊന്നും വേണ്ട. ഇത് നമ്മളിപ്പോൾ നോർമലി മാഗ്നറ്റ് കാർഡ് 5000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5000 ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 90% നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് കിട്ടും. ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. നമുക്ക് എല്ലാ പർച്ചേസിനും നമുക്ക് 1% ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ IDFC വാവ് കാർഡിനായിട്ടും കുഴപ്പമില്ലാത്തൊരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം മാഗ്നറ്റിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് അപ്ലൈ ചെയ്യാൻ ലിങ്ക് കാർഡൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ചെയ്യട്ടാ. ഇപ്പോൾ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല 1 കാർഡ് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ലിമിറ്റഡ് അവർ ആൾക്കാർ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര പ്രൊസീജിയർ വരുന്നുണ്ട്, പ്രൊസീജിയർ അല്ല ഭയങ്കര ഡിലേ വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ കുറേ പേര് എനിക്ക് ഇതുപോലെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, അവർ FD ഇട്ടു പക്ഷേ KYC ഫെയിൽ ആവുക, KYC പെൻഡിങ് എന്ന് പറഞ്ഞ് വരിക. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ 1 കാർഡ് ലൈറ്റ് എടുക്കാൻ. എന്നുവെച്ചാൽ 1 കാർഡ് 2 ടൈപ്പ് ഉണ്ട്. 1 കാർഡ് ലൈറ്റും ഉണ്ട്, നോർമൽ 1 കാർഡും ഉണ്ട്. അതായത് അൺസെക്യൂർഡ് 1 കാർഡും ഉണ്ട്, സെക്യൂർഡ് 1 കാർഡും ഉണ്ട്. അപ്പോൾ സെക്യൂർഡിൻ്റെയും അൺസെക്യൂർഡിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായും വിചാരിക്കുന്നു. ഒരെണ്ണം ഈട് വെച്ചിട്ട് കിട്ടുന്നത്, ഒരെണ്ണം നമ്മുടെ ഇൻകം നോക്കിയിട്ട് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ അതാണ് ഡിഫറൻസ് വരും. അത് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ ലോൺ ആയിക്കോട്ടെ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അൺസെക്യൂർഡ് ലോൺ ഉണ്ട്, സെക്യൂർഡ് ലോൺ ഉണ്ട്. അൺസെക്യൂർഡ് ലോണിൻ്റെ കാര്യം പറയുന്നതാണ് നമുക്ക് ഹോം ലോണൊക്കെ തരുമല്ലോ, അതൊക്കെ അൺസെക്യൂർഡ് ലോണാണ്.
ഇപ്പോൾ സെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഗോൾഡ് വെച്ചിട്ട് എടുക്കുന്നതാണ് അൺസെക്യൂർഡ് ലോൺ. അതിപ്പോൾ അതെന്ന് എന്താ വെച്ചാൽ അവർക്കൊരു സേഫ്റ്റി നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ സെക്യൂർ ലോൺ ഇപ്പോൾ സെക്യൂർ ക്രെഡിറ്റ് കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ബിൽ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അവർ ആ എമൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യും ക്യാഷ്. അതാണ് അവരുടെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് സെക്യൂരിറ്റി അന്ന് സംഭവം ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സെക്യൂർ കാർഡ് എടുക്കുക. നിങ്ങൾക്ക് സിബിൽ സ്കോർ ജനറേറ്റ് ചെയ്യുക, സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ഈ കോബ്രയുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രൈവറ്റ് ബാങ്കിൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക. അതിൽ അത്യാവശ്യം നല്ല ബാലൻസ് കീപ്പ് ചെയ്യുക, അത്യാവശ്യം ആക്റ്റീവായിട്ട് വയ്ക്കുക. ക്രെഡിറ്റും ഡെബിറ്റും അത് യൂസ് ചെയ്യാൻ നല്ലോണം UPI ഉപയോഗിക്കുക. മിനിമം ബാലൻസിൻ്റെ താഴെ ഒന്നും പോരുത്. അപ്പോൾ ഏറ്റവും നല്ലത് സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുമായിരിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൊഡാക്കിൻ്റെ 811 കാർഡല്ല അക്കൗണ്ടാണ്. അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രിയപ്പുറലായിട്ട് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ലോൺസും കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഉണ്ടായിരുന്നു. എനിക്കൊരു 2 മാസം ആകുമ്പോഴേക്കും തന്നെ ലോണും അതുപോലെ തന്നെ സംഭവങ്ങളും വന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. കൊഡാക്കിന് നമുക്ക് കിട്ടുന്നുണ്ട്, HDFC ബാങ്കിന് കിട്ടുന്നുണ്ട്, ICICI ബാങ്ക് കിട്ടുന്നുണ്ട്, ആക്സിസ് ബാങ്ക് കിട്ടുന്നുണ്ട്, മിക്ക എല്ലാ പ്രൈവറ്റ് ബാങ്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ആക്സിസും ICICI ഒക്കെ ചിലപ്പോൾ 6 മാസം വരെയൊക്കെ എടുക്കാം. കോട്ടക്കിൻ്റെ അത്ര പെട്ടെന്ന് ആരും തരുന്നില്ല കേട്ടോ. HDFC തരുന്നുണ്ട്, പക്ഷേ HDFC നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് കിട്ടില്ല, മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് ഇഷ്യൂ ആണ്. ചുമ്മാ വെറുതെ ക്യാഷ് അവിടെ ബ്ലോക്കായി കിടക്കുമായിരിക്കും. 10,000 രൂപയ്ക്ക് ചിലപ്പോൾ ബ്ലോക്കായി കിടക്കും. അതിനായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാശ് എടുത്തിട്ട് അപ്പോൾ നഷ്ടമാണ്. ഒരു 3% നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ മിനിമം ബാലൻസ് ഉള്ള അക്കൗണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തത്. എനിക്ക് ഭയങ്കര തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് മിനിമം ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ. എനിക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കുറേ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആ എമൗണ്ട് അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ആയി എടുക്കുക. ഞാൻ IDFC അക്കൗണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു. അതിന് നമുക്ക് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് 25,000 രൂപയ്ക്ക്. 25,000 നമുക്ക് കൊണ്ട് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് സൂപ്പറായിട്ട് 8% to 10% അല്ലെങ്കിൽ 12% റിട്ടേൺ കിട്ടും. അതിന് വരെ ഇവിടെ 3% വരെ വാങ്ങിക്കുന്നത്. അവർക്ക് ആ ക്യാഷ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനാണ് അവർ അങ്ങനത്തെ സംഭവം കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ലാഭം കിട്ടുമല്ലോ. അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ മിനിമം ബാലൻസ് ഉള്ള അക്കൗണ്ട് തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതും എടുക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് ഏറ്റവും കുറഞ്ഞ മിനിമം ബാലൻസ് ഉള്ളത് നോക്കിയെടുക്കുക. അതായത് നമ്മുടെ പിൻകോഡ് അനുസരിച്ചിട്ടാണ് ഈ സംഭവം തീരുമാനിക്കുക. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് HDFC ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വേറെ ഏരിയയിലത്തെ ബ്രാഞ്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഞാൻ എടുത്തപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വടക്കഞ്ചേരിയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ തൃശ്ശൂർ എടുക്കുമ്പോൾ നമുക്ക് 10,000 മിനിമം ബാലൻസ് 12,000 മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ വരാറുണ്ട്. പക്ഷേ ഞാൻ വടക്കഞ്ചേരി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് അതിൽ 5,000 വന്നിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് ചിലതല്ല പറ്റുള്ളൂ. അങ്ങനെ കുഴപ്പമുണ്ട്. IDFC ഒന്നും പറ്റില്ല, HDFC പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് സംഭവം. 2 മെത്തേഡാണ് നമുക്ക് നോർമലി ഉള്ളത് സ്റ്റുഡൻസിന് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ. ഒരെണ്ണം അതുപോലെ തന്നെ പ്രിയപ്രൂവലായിട്ട് ഓഫർ വരുത്തുക. ഒരെണ്ണം നമുക്ക് സിബിൽ സ്കോർ ഹൈ ആക്കിയിട്ട് സിബിൽ സ്കോർ ജനറേറ്റ് ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് ഹൈ ആക്കി വെച്ചിട്ട് കോബ്രയുടെ ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആക്കുക. അതാണ് 2 മെത്തേഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് നമുക്ക് നോർമലി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ നോർമലി ചില കാർഡുകളും പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്കുകളൊക്കെ 18 വയസ്സ് അല്ലെങ്കിൽ 19 വയസ്സുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ നോർമലി എല്ലാത്തിൻ്റെയും ഒരു സെറ്റ് ഏജ് എന്ന് പറയുന്നത് 21 ഏജ് അബോവ് ആണ് കേട്ടോ. അതല്ലാണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിയപ്പുറലായിട്ട് കുറേ ഇതുപോലെ വരുന്നുണ്ട്. അതങ്ങനെ നോക്കാണ്ട് പ്രിയപ്പുറമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് 2 മെത്തേഡ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഡയറക്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഏജ് വയസ്സും അതുപോലെ തന്നെ ഇൻകം വയസ്സ് സ്റ്റുഡൻസൊക്കെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റുഡൻ്റാന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നോർമലി 99% അപ്രൂവ് ആവില്ല. അത് വേറെ കാര്യം. അപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ബിസിനസ്സിന് കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം.